ഹേ ബഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്താ ഈ സെറ്റപ്പ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഡ്രോയർ ക്ലീൻ ചെയ്യൽ. ഇത് കണ്ടാൽ തന്നെ അറിയാം, നല്ല അലങ്കോലപ്പെട്ടാണ്. ഇതിൽ ഒരു സാധനം എടുക്കണേ 10 സാധനം വലിച്ച് പുറത്തിടണം. അങ്ങനെയാണ് ഇതിൻ്റെ കലാവിരുതുകളൊക്കെ ആണോ. അപ്പം ഇത് കുറേ കാലം ക്ലീൻ ചെയ്യണമായിരിക്കുന്നു. പക്ഷെ നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ ഫാനുണ്ട്, പക്ഷെ ആ ഫാനുണ്ട് ഒരു ഉപകാരം പോലുമില്ല. കാരണം ആ ഫാൻ കേടാണ്. ഇവിടുത്തെ ഫാൻ എത്രാമത്തെ വട്ടം മാറ്റണമെന്ന് ഞങ്ങൾക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ഒരു കുഞ്ഞിടി വെട്ടിയാൽ പോലും കേടാണ് ഫാനാണ്. ഇത് ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഉരുക്കുണ്ട്. എന്തായാലും ഇതിപ്പോൾ ക്ലീൻ ചെയ്യണം. എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലത്താണ് ഞാൻ ക്ലീൻ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ചെയ്യാം, അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, പിന്നെ ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും അധികം കാണാം. കാരണം ഇതാണ് നമ്മുടെ ഡ്രോയർ. ഇത് നമ്മളിങ്ങനെ തുറന്നാൽ ഈ അടിയത്തെ സെക്ഷനാണ് നമ്മളത്. ഈ മുകളിലൊക്കെ ഒന്നും ഞാൻ കൈ കിടക്കാൻ പോവാറില്ല, കാരണം അടിയാറുണ്ട് സെക്ഷൻ. ഇനി നിങ്ങൾ പിന്നെ അങ്ങനെ കാണില്ല, നിങ്ങൾ ഇതായിരിക്കും കാണാൻ. അങ്ങനെ വെച്ചാൽ ഈ അടിയത്തെ ഇതാണ് നമ്മുടെ ഡ്രോയർ. നമുക്കിത് നന്നായി ഒന്ന് സെറ്റ് ആക്കണം. വയ്ക്കാം നമുക്ക് എന്ത് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ സാധന സാമഗ്രികളൊക്കെ ഇതിൻ്റെ അകത്ത് പുറത്തിടണം. ഇതിൻ്റെ എന്ത് സെക്ഷൻ വെച്ചാൽ മേക്കപ്പ്, ജ്വല്ലറീസ് ഒക്കെ വെച്ചൊരു സെക്ഷനാണിത്. ബാക്കി ഇവിടെ ഇല്ലാത്തൊക്കെ വേറൊരു ബോക്സിലാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എടുത്ത് പുറത്തിടാം. ഇപ്പോൾ തന്നെ അവിടെ നിന്ന് വിയർത്തുരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. മൊത്തം ഡസ്റ്റാണ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കാണിച്ചത്. പിന്നെ നമ്മുടെ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത്രയും സാധനങ്ങൾ ഈ ഒരു ഷെൽഫ് എടുത്ത് കുത്തി നിറഞ്ഞ് കിടക്കുമായിരുന്നു. ഫ്ലാഷ് ഇട്ടാൽ ഇതാണ് അവസ്ഥ. കണ്ടോ, ഇത് പൗഡർ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കണേ. ഈ ഒരു പൗഡറിൻ്റെ ഇത് തൂക്കും. കാരണം നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തട്ടിങ്ങനെ ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സാധനം കിടക്കണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മാറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ മറിയും. പിന്നെ ആ സാധനങ്ങൾ ഇങ്ങനെ നീക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയാ. പിന്നെ നിങ്ങൾക്ക് കാണണം കുറച്ചിങ്ങനെ ഇതിനേക്കാട് വൃത്തിയാണ്. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് തുടച്ചീനും കൈകൊണ്ട് ഒന്ന് പോകാൻ നോക്കാം. പക്ഷെ പോയില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യണം ഗൈസ്. ഞാൻ മാസത്തിലൊരിക്കലൊക്കെ ഇത് ക്ലീൻ ചെയ്യാറുണ്ട് ആദ്യം. പിന്നെ ഇത് ഇവിടുത്തെ ഫാന് പോയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ വരലേ ഇല്ല. ഡീപ്പ് ക്ലീൻ ഒക്കെ ഞാൻ എപ്പോഴേലൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം എന്തായാലും ഡീപ്പ് ക്ലീനിൻ്റെ നല്ല ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യണം. ഞാൻ എൻ്റെ സാമഗ്രികളൊക്കെ എടുത്തിട്ട് ഗൈസ്, ഇത് നല്ല പണിയാണിത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രേ അല്ലേ, വെള്ളം വേണം, വെള്ളം ഉണ്ട്. പിന്നെ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല കാര്യപ്പെട്ട പണിയാണ്ടെന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മാംഗോ ജ്യൂസ് കൊണ്ടിട്ട് ഞാൻ അടിച്ച മാംഗോ ജ്യൂസ് ആണെങ്കിൽ തൂത്ത് പോകും. മറിഞ്ഞു പോകും. ഞാൻ ഇങ്ങനെ ആക്കിയാൽ കുടിച്ചിട്ടൊന്ന് റിഫ്രഷ് ആവണം നമുക്ക്. ഭയങ്കര തണുപ്പാണ്. നമുക്ക് സ്പ്രേ അടിച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പം എന്നെക്കൊണ്ട് പറ്റണ അത്രയും ഞാനത് ക്ലീനാക്കി. 3 ടിഷ്യൂ ആണിത്. ഒന്നിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ബട്ട് നമ്മളെന്തായാലും റെഡി ആക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഈ കബോർഡിന് വരുന്നത് കേട്ടോ. ഓക്കെ, ബൈ. നമുക്ക് മൊത്തം റെഡി ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമ്മൾ മറ്റേ 2 എണ്ണം ഉണ്ട് നമ്മളിൽ. ഇങ്ങനെയുള്ളതായിരുന്നു, പക്ഷെ അത് വിട്ട് കാണും. ഇതിൽ ലിപ്സ്റ്റിക്സും ഇതിൽ ബ്രഷസും ആണ് ഞാൻ വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് അതിൻ്റെ സൈഡിലായിട്ട് വിടണോട്ടെ. നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടെടുക്കുന്നത് ലിപ്സ്റ്റിക്കും ബ്രഷസും ഒക്കെ. ഇത് ഒരു ഐലൈനറാണ്. ഇത് അതിലുണ്ടും ഒരു ബ്രഷ്, മറ്റേ ലിപ് ലൈനറാണിത്, പക്ഷെ ഇത് ഐബ്രോൻ്റെ മൂടിയാണ് ഇട്ടച്ച്. പിന്നെ ഇതൊരു വേറെ ബ്രഷ്. പിന്നെ ഈ ലിപ്സ്റ്റിക്സൊക്കെ ആണ്.
അതാണ് ഗൈസ്, ആ പെട്ടിയിലൊന്നും കൊള്ളുകയില്ല. കാരണം കുറച്ചധികം ലിപ്സ്റ്റിക്സ് ഉണ്ട്. അതിൽ കൊള്ളാത്ത അത്രയും ലിപ്സ്റ്റിക്സ് ഉണ്ട് ഇതിൽ. ബട്ട് ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യും. നമ്മളത് ഇങ്ങോട്ട് എടുത്തു, എന്നിട്ടൊക്കെ ഇങ്ങനെ വെക്കണം, അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കുത്തികയറ്റി വെക്കണം. മാക്സിമം പോയ ഒരാഴ്ച. അതിൻ്റെ ഉള്ളിൽ സ്കൂൾ പറഞ്ഞാൽ മൊത്തം ജഗ്ഗ പുകയായിരിക്കും. നമ്മൾ ഇങ്ങനെ ഓരോ ലിപ്സ്റ്റിക്സും ലിപ് ബാം ലിപ് ഗ്ലോസും ഒക്കെ ബട്ട് കൊണ്ടു ഗൈസ്, കറക്റ്റായിരുന്നു. കണ്ടോ, ലിപ് ഗ്ലോസും ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ വെച്ചു. ഇനി വേറെ ലിപ്സ്റ്റിക്കിൻ്റെ പെട്ടിയുണ്ട്, ഇതിന് എവിടെയും വെക്കണ്ട, അങ്ങനെ നിന്നോളും. നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ രീതിയാണ് ഇങ്ങനെ നോക്കേ, കണ്ടെടുക്കണ്ടോ. ഇനി ലാസ്റ്റ് ഒന്നും നമുക്ക് കാണിച്ചു തരും. ഇനി നമുക്ക് ഇതൊരു പൗച്ച്, നമ്മുടെ ആൽക്കഹോൾ മാർക്കറിൻ്റെ ഒരു പൗച്ച് കഴിഞ്ഞു. ഞാൻ ഇവിടെ എന്തോ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ മറിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി. ഇതിൻ്റെ മേക്കപ്പ് പൗച്ചാക്കി ഞാൻ. വേർത്തിനവിടെ കുരുക കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് ഇടാനുള്ള സാധനങ്ങൾ, ഒരു ഫേക്ക് നെയിൽസ്, പിന്നെ ഒരു ഒരു സാധനം, പിന്നെ ഇങ്ങനത്തെ സാധനം, പിന്നെ ഒരു കണ്ണാടി. എൻ്റെ ഒരു നല്ലൊരു കണ്ണാടി ഉണ്ട്, ഞാൻ കാണുന്നില്ല ഇടാൻ. പിന്നെ ഈ ഒരു ഇത് ഹാൻഡ് മെയ്ഡ് ബോ ആണ്. ഇത് ഒരു നെറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയാണ്, പക്ഷെ എനിക്കിഷ്ടമാണ്. ഒരു സാധനം മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ മിക്സ് ചെയ്യുന്ന ഒരു സാധനമാണത്. പിന്നെ എന്താ പീല് വെക്കുക, എത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ചു. അല്ല, ഇതിലിട്ടു. ഓക്കെ, സംഭവം കാര്യമായ പണികളൊന്നും ഇല്ല കേട്ടോ. ഇതിലിങ്ങനെ ഇട്ടു. എന്നിട്ട് ഇത് ട്രിങ്കറ്റ് ഡിഷാണ് കേസ്, ഏറ്റവും ഇടുങ്ങാറ്. ഇതിലില്ലാത്ത സാധനങ്ങളല്ല കേസ്, നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ. ഇവിടെ ഒന്നും പോയിട്ടൊന്നും ഇല്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഗൈസ്, ഇതിൽ എന്തൊക്കെയോ ഉണ്ട് സാധന സാമഗ്രികൾ, മൊത്തം ജഗബൊഗയാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്യണം. വെച്ച് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കാൻ പോകണല്ലോ. എല്ലോ അല്ല, കുറച്ച് സാധനങ്ങൾ ഇതാ. അങ്ങനെ ഒരു മുൾക്കുടുക്കി നമ്മൾ ഇതിൽ വെച്ചു. എന്നിട്ട് പിന്നെ ഒരു ക്ലിപ്പുണ്ട്, അത് ഇതിൽ വെച്ചു. പിന്നെ ഒരു ബ്രേസ്ലെറ്റിൻ്റെ സെക്ഷനിൽ വെച്ചു. വേറെ ബ്രേസ്ലെറ്റ് അതിൻ്റെ സെക്ഷനിൽ വെച്ചു. ഒരു റിങ്, ഈ റിങ് എപ്പോഴും ആവശ്യമുള്ള, അത് നമുക്ക് ട്രിങ്കറ്റ് ഡിഷിൽ വെക്കാം. അല്ലെ വേണം, നമുക്ക് തൽക്കാലം പീൽ തന്നെ ഇടാം. പിന്നെ വേറൊരു റിങ് ഇതിൻ്റെ അകത്തിട്ടു. ഇത് സാധനം അപ്പോൾ കടന്നോട്ടെ. ഓക്കെ, ഇത്രയും സാധനം. കാണാണ്ടായൊരു ലിപ്സ്റ്റിക്കിൻ്റെ മൂടി കിട്ടി. കാണാണ്ടായ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. എന്തായാലും ഇപ്പം ഇത് സെറ്റായി. നമുക്കിത് ഇതിൽ വെക്കാം. ഒരു ട്രിങ്കറ്റ് ഡിഷിൻ്റെ അകത്ത് ഒരു എന്തൊരു സാധനം, ആൻഡ് പിന്നെ ഒരു ബാങ്കിള്, വേറൊരു ബാങ്കിള് വെച്ച് ട്രിങ്കറ്റ് ഡിഷാണ് ഫിനിഷാക്കി. ഇനി പിന്നെ ഈ ഒരു മുൾക്കുടുക്കി, ആ മുൾക്കുടുക്കിയാണ് ട്രിങ്കറ്റ് ഡിഷിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. കാരണം എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ്. ഇത് കാണി നമ്മൾ ട്രിങ്കറ്റ് ഡിഷിൽ ഒന്നുമില്ല. ഇനി നമുക്ക് ക്രീംസ്, സൺസ്ക്രീൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. പക്ഷേ നമുക്കത് ഫില്ല് ചെയ്യുന്നുണ്ടാവില്ല ഗൈസ്, ചൂടെടുത്തിട്ടാണ് അത്ര പ്രശ്നം. അല്ലെങ്കിൽ പ്രശ്നം എന്തായാലും നമുക്ക് ഇവിടെ നെറ്റ് സെക്ഷനിൽ തന്നെ കാണാം. ക്രീംസ്, ഫൗണ്ടേഷൻ, സൺസ്ക്രീൻ, ഫെയർ ലവ്ലി, ഇതൊക്കെ നമ്മൾ ഇവിടെ കിടക്കും. ഇത് സെയിം ഒരു സൺസ്ക്രീൻ കൂടി ഉണ്ട്, അതുകൂടി എടുത്തിട്ട് സെയിം സൺസ്ക്രീനാണ്, അതും നമ്മളിവിടെ വെച്ചു. പിന്നെ നമ്മൾ സൺസ്ക്രീൻ അല്ല ഫെയർ ലവ്ലി വെച്ചു കണ്ടു അവസ്ഥ. പിന്നെ നമുക്ക് അവിടെ ഒരു ഈ കുറച്ച് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ഐലൈനർ ഉണ്ട്, 2 മസ്കാര ഉണ്ട്, ഒരു ബ്ലൂ ഐലൈനർ ഉണ്ട്, ഒരു കാജൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡിലൊക്കെ ഇടാൻ ശ്രമിക്കാം. പക്ഷെ ഞങ്ങൾക്ക് പറയണ കേൾക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ്, ഇത് നമുക്ക് ബ്രേസ്ലെറ്റിന് വേറൊരു ഇതുണ്ട്. അതാണ് എൻ്റെ ഈ മുത്ത് ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ ബോക്സ് അതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് സ്പ്രേ ഒക്കെ അറേഞ്ച് ചെയ്യാം. എനിക്ക് അത്ര സ്പ്രേ ഒന്നും ഇല്ല, കാരണം എൻ്റെ ഇഷ്ടംപോലെ സ്പ്രേ ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ വേറെ സ്പ്രേ എടുക്കണം? ഏതാ എൻ്റേതായത് അപ്പം എത്ര സ്പ്രേ ഉള്ളൂ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം.
ചെറുതൊന്ന് വലുതിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു ഇതവിടെ. പിന്നെ നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാം. നമുക്ക് ചായ കുടിക്കൊക്കെ കിട്ടിയുണ്ടാവും നമുക്ക് ആ പെട്ടിക്കകത്ത് എടുക്കാം, പച്ചപ്പെട്ടിയിൽ. പിന്നെ വേറെ ക്ലിപ്പ് അതും പച്ചപ്പെട്ടിയിൽ ഇട്ടെടുക്കാം. പച്ചപ്പെട്ടി പറയുന്നത് പട്ടിക്കുട്ടി എഫക്റ്റ് ഉണ്ട്. ഇത് അതിനൊരു ഏതിൻ്റെ ഒന്നിൻ്റെ തലയാണ്. ഇതിൻ്റെ തലയാണ്. ഇപ്പം തല നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. പിന്നെ അവിടെ ചെറിയൊരു സ്പേസ് ഉള്ളപ്പോൾ അവിടെ ഞാനൊരു ബ്ലഷ്, ഹോം മെയ്ഡ് ബ്ലഷ് കുത്തിക്കിട്ട് വെച്ചെടുത്തു. പിന്നെ സ്പ്രേൻ്റെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചെടുത്തു. ഇനി നമുക്ക് ഈ സാധനം, ഈ ഒരു ലോങ് സാധനം അവിടെ ഒരു ഹുക്ക് ഉണ്ട്, അതിന്മേൽ കിട്ടെടുക്കാം. പിന്നെ നമുക്ക് ഇത്ര കുറച്ച് സാധനങ്ങളുണ്ട്. ഐ ഷാഡോ പാലറ്റ്, ഇത് കോമ്പാക്റ്റ്, ഇത് ഹോം മെയ്ഡ് ഹൈലൈറ്റർ, അതൊക്കെ നമുക്ക് ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ആയിട്ട് അങ്ങനെ വെക്കാം. ഇനി ഈ പച്ച സാധനം ഇവിടെ വെക്കാം. ഈ പൗഡർ കുപ്പി ഇവിടെ വെക്കാം. പ്രിൻ്റഡ് ഡിഷ് ഇവിടെ വെക്കാം. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇതും കൂടി ഇവിടെ വെക്കാം. വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ വേറെ സ്ഥലത്തേക്ക് ഉള്ളതാണ്. കുറച്ച് വളകളൊക്കെ ഉണ്ട്. ഇതായിട്ട് കുറച്ച് വളകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാം. ആണ്. പിന്നെ ഒരു ഹെയർ സെറം ഉണ്ട്, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ കഴിഞ്ഞു. സമാധാനമായി. നമുക്കിങ്ങനെ കാണും നിൽക്കും. എന്നാലും അതിന് ഫൈനൽ ലുക്കും ഞാൻ കാണിച്ചു തരാനെന്ന് വെയ്യർത്തിരുന്ന് വെള്ളം കുടിക്കട്ടെ. അല്ല, വിചാരിച്ചത്ര പണിയില്ലെങ്കിലും പണിയാണ്. അത് ചൂട് തിന്ന് വേറെ തൊഴിച്ചാക്കാനാവില്ല. നിങ്ങൾക്ക് ഞാൻ 8:45 തുടങ്ങിയാണ്, ഇപ്പോൾ 9:15 രാത്രിയാണെന്നാലും നല്ല ചൂടുണ്ട്. ഇവിടെ സത്യം പറ്റില്ല, അത്രയും ചൂടാണ്. പോയിട്ട് ഞാൻ തണുത്ത ഷേക്ക് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. കുടിച്ചിട്ട് खत्म हो गया. പല്ല് എനിക്ക് നല്ല തണുത്ത് ജ്യൂസ് ചെയ്യും. എന്തായാലും ഫൈനൽ ലുക്ക് കാണിച്ചു. ഞങ്ങൾ തമ്മിലൊക്കെ കാണുമ്പോഴായിരിക്കും ഭയങ്കര വലിയ ജ്വല്ലറി മേക്കപ്പ് ഏരിയ ആണ്. ഒരു കുട്ടി സ്ഥലമാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ സെക്ഷൻ കേട്ടോ. പക്ഷെ എൻ്റെ പല പല സാധനങ്ങളും ഇവിടെ ഒക്കെ ഉണ്ട്. എന്നാലും എന്തായാലും ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഫ്ലാഷ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്നൊന്നും കാണില്ല. ഇനി എങ്ങനെ വെച്ചെടുക്കുമ്പോൾ ജസ്റ്റ് കാണും ആണോ. ഫ്ലാഷ് ഇട്ടില്ല, നിങ്ങൾക്കൊന്നും കാണില്ല. ഞാൻ കാണിച്ചു തരാം. 3, 2, 1 ബിഫോർ ആൻഡ് ആഫ്റ്റർ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊടുക്കാം കേട്ടോ. നല്ല ചേഞ്ച് ഉണ്ട്, കൊടുക്കാൻ നോക്കാം. ചിലപ്പോൾ ഞാൻ മറന്നു എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും. പക്ഷേ ഈ സാധനം ഇവിടെ ഒരു അധികപ്പറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മെല്ലെ എടുത്ത് മേലെ കയറ്റിക്കും. ഉമ്മ ചീത്ത പറഞ്ഞാൽ അടുത്ത് പിന്നെ താഴെ തന്നെ വെക്കണം. ഓക്കെ, ഇത്രയും സാധനങ്ങളുള്ളത്. ഇത് മൊത്തം നമ്മുടെ ബ്രഷസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. മൊത്തം ലിപ്സ്റ്റിക്, ലിപ് ബാം, ഇത് ഫൗണ്ടേഷൻ 2, സൺസ്ക്രീൻ, ഫെയർ ലവ്ലി, ഇത് നമ്മുടെ കാജൽ, മസ്കാര ഒക്കെ. പിന്നെ ഒരു ഹോം മെയ്ഡ് മറ്റേതുണ്ട്, ഹൈലൈറ്റർ, കോമ്പാക്റ്റ്, ഐ ഷാഡോ പാലറ്റ്. ഇതിൽ പിന്നെ അല്ലാത്ത കുറച്ച് ജ്വല്ലറി ഐറ്റംസ്, ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റ്, സ്പ്രേ, ഒരു ബ്യൂട്ടി ബ്ലെൻഡർ, ട്രിങ്കറ്റ് ഡിഷ്, കുറച്ച് ബാങ്ക്കളും, ഒരു മുടിക്കുടിക്കും, ഒരു പൗഡറിൻ്റെ ഇത്, പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ്, പിന്നെ ഇവിടെ പണ്ട് വെച്ചൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു ലൈറ്റ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഓക്കെ, നല്ലൊരു ലോങ് വീഡിയോ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. എങ്ങനെയൊക്കെ സ്പീഡൊക്കെ കയറ്റി ഇത് കുറയ്ക്കാൻ. ചാർജും തീർന്നു ഫോണിൻ്റെ, അതാണ് പ്രശ്നം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം വലിയ പ്രശ്നമല്ലേനും ഈ ചൂട് ഒഴിവാക്കി അവിടെ സെറ്റിന് AC ഇട്ടൊക്കെ ചെയ്യണം വിചാരിച്ചിരുന്നു. പിന്നെ മറന്നു ഇപ്പോഴാണ് ഓർപ്പന്ന്. ചൂട് വെച്ചാൽ പിന്നെ ഒരു പ്രശ്നമില്ല, സെറ്റാണ്. വെയ്യറത്ത് ഒലിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പം ഒരു അത്ര വലിയ ഇതൊന്നുമല്ല. നിങ്ങൾ തമ്മിലൊക്കെ വലിയ എന്തോ കാര്യം പോലെ തോന്നും, പക്ഷെ അത്രയ്ക്ക്
പക്ഷെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, ഞാൻ കട്ട് ചെയ്യാൻ എടുത്തോണ്ട് കുറേ അധികം ഞാൻ കട്ട് ചെയ്തില്ല. അപ്പം എന്ന് പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതൊരു വീഡിയോ അല്ല, ഒരു വൈബാണ്. അപ്പോൾ ശരി.